നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കോർപ്പറേഷന് മുന്നിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K. സുമേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, സെക്രട്ടറി ജെറോം ജോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി ML ബേബി, അധ്യക്ഷൻ K. സുമേഷ്, ഡെൽവിൻ ഷാജു, നിഖിൽ വടക്കൻ, PG സൗരാഗ്, ശ്രീരാം ശ്രീധർ, ജോസഫ് തേറാട്ടിൽ, അമൽ ഖാൻ, നിതിൻ സതീശൻ, ഫെവിൻ ഫ്രാൻസിസ്, രാജാറാം VB, ആഗ്നൽ എന്നിവർ പ്രസംഗിച്ചു. റഷ്യയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതി ഉൾപ്പെടെയുള്ള 2 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി അഹമ്മദ് അജ്നാസ്, കോഴിക്കോട് സ്വദേശിനി ഫിദ എന്നിവരെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ സ്വദേശിനി റിഷ ഫാത്തിമയുടെ പരാതിയിലാണ് പ്രതികളെ പിടികൂടിയത്. റഷ്യയിലെ മോസ്കോയിലുള്ള സച്ചിനോവ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിയുടെ മാതാവിന്റെ ബാങ്ക് വഴിയും നേരിട്ടും 15 ലക്ഷത്തോളം രൂപ ഇരുവരും ചേർന്ന് കൈപ്പറ്റുകയും പിന്നീട് സീറ്റ് തരപ്പെടുത്തി കൊടുക്കാതെയും പണം നൽകാതെയും വർഷങ്ങളായി മുങ്ങി നടന്ന് കബളിപ്പിക്കുകയും ചെയ്തതോടെയാണ് വേലൂർ സ്വദേശിനി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രതികൾ ഇത്തരത്തിൽ 6 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയതായും സംഭവത്തിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ സാധ്യതയുള്ളതായും എരുമപ്പെട്ടി പോലീസ് അറിയിച്ചു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം. പാറക്കാലയിൽ വക്കച്ചന്റെ പറമ്പിൽ നിന്നിരുന്ന കവുങ്ങുകളും റബ്ബർ മരങ്ങളും കാട്ടാനകൾ നശിപ്പിച്ചു. വ്യാഴാഴ്ച വക്കച്ചന്റെ വീടിന് മുകളിലേക്ക് കവുങ്ങ് മറിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടും കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ഫെൻസിംഗിൽ ചെറിയ മരങ്ങൾ തട്ടിയിട്ട് ഫെൻസിംഗ് മറികടന്നാണ് കാട്ടാന എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാനകൾ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അതിരൂക്ഷമായ കാട്ടാന ശല്യത്തിൽ ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. സന്ധ്യ മയങ്ങുന്നതോടെ നാട്ടിലേക്കിറങ്ങുന്ന കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾക്ക് കനത്ത നാശമാണ് സൃഷ്ടിക്കുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന ആനകൾ എത്ര ഒച്ചവെച്ചാലും പടക്കം പൊട്ടിച്ചാലും പിന്തിരിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. പുലരും വരെ തോട്ടങ്ങളിലും പറമ്പുകളിലും തമ്പടിക്കുന്ന ആനക്കൂട്ടം വിളകൾ ചവിട്ടിയരച്ചാണ് മടങ്ങുന്നത്. 3 ദിവസം മുമ്പും പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കൊട്ടിശ്ശേരി സണ്ണിയുടെ പറമ്പിലെ 200ഓളം വാഴകളും വിളവെടുക്കാറായ 500ഓളം മുളക് തൈകളും റബ്ബർ മരങ്ങളും ആനകൾ നശിപ്പിച്ചു. അടിക്കടി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന കാട്ടാന ശല്യം തടയാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഗീയത പോലെയുള്ള വിപത്തുകളെ ഗൗരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി പോലെയുള്ള സാമൂഹിക വിപത്തുകളെയും ഗൗരവമായി കാണണം. ഇവയെല്ലാം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ 31 C ബാച്ചിലെ 104 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സെല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാനും കഴിയണം. അവരുടെ ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കാനാകണം. സാമൂഹ്യ വിരുദ്ധരായ കുറ്റവാളികളെ അകറ്റി നിർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി രാവാഡ ആസാദ് ചന്ദ്രശേഖർ, അക്കാദമി ഡയറക്ടർ സേതുരാമൻ എന്നിവർ സന്നിഹിതരായി. 2024 സെപ്റ്റംബർ 18-നാണ് 31 C ബാച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. 104 പരിശീലനാർത്ഥികളിൽ 90 പുരുഷന്മാരും 14 വനിതകളും ഉൾപ്പെടുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ വർഗീസ് കുത്തൂർ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ കൊടിയേറ്റം ബുധനാഴ്ച വൈകിട്ട് 5-നുള്ള കുർബാനയ്ക്ക് ശേഷം ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ നിർവഹിക്കും.
തുടർന്ന് 9 ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാളിന്റെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം 22-ന് ബുധനാഴ്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിക്കും. അന്നേ ദിവസം 4-ന് നടക്കുന്ന കുർബാനയോടനുബന്ധിച്ച് ദാസിദാസന്മാരെ സമർപ്പിക്കുന്ന തിരുകർമ്മങ്ങൾ നടക്കും. 23-ന് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, നേർച്ച, ഭക്ഷണ ആശീർവാദവും വിതരണവും നടക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പ് വൈകിട്ട് 11-ന് പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച 10-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോൺസൺ അന്തിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. ഉച്ച കഴിഞ്ഞ് 3-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഒല്ലൂർ ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, 25-ന് ഇടവകയിൽ നിന്നും മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാന, 26-ന് 7-ന് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് വിതരണം മന്ത്രി കെ രാജൻ നിർവഹിക്കും. തുടർന്ന് തിരുനാളിന്റെ ഭാഗമായുള്ള സാംസ്കാരിക കലാപരിപാടികൾക്ക് മന്ത്രി തുടക്കം കുറിക്കും. 31 വരെ വിവിധ പരിപാടികൾ അരങ്ങേറും. 30-ന് ചലച്ചിത്ര സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉൾപ്പെടെയുള്ള മുൻ ഗായക സംഘാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവദൂതർക്കൊപ്പം ഔസേപ്പച്ചനും എന്ന സംഗീത പരിപാടിയും ഔസേപ്പച്ചന് ആദരവും നൽകും. 31-ന് തിരുനാളിന്റെ 8-ാം ഇടം ആഘോഷിക്കും. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോജസ് കുന്നപ്പള്ളി, ട്രസ്റ്റിമാരായ ആന്റണി ജോർജ് അക്കര, ജോഫി ജോസ് ചിറമ്മൽ, പബ്ലിസിറ്റി കൺവീനർ ജസ്റ്റിൻ പൊരുട്ടി എന്നിവർ പങ്കെടുത്തു. ഏതാണ്ട് 159 വർഷങ്ങൾ ആയി വിശുദ്ധ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വർഷം 189 വർഷമാണ്. 9 നവനാൾ ചൊവ്വാഴ്ചകളിലെ ആചരണങ്ങളിലൂടെ ഈ തിരുനാളിന് ഇടവകയും ഭക്തജനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുനാളിന്റെ അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ വിവിധങ്ങളായ ശുശ്രൂഷകളും മറ്റു പരിപാടികളുമാണ് ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,090 രൂപയും പവന് 90,120 രൂപയും രേഖപ്പെടുത്തി. പരപ്പൂക്കര പുളിയമ്പറമ്പത്ത് മുരളീധര മേനോൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാൻ ശ്മശാനത്തിൽ. പാറുക്കുട്ടിയാണ് ഭാര്യ. മകൾ ഭവിത. പുതുക്കാട് നെല്ലിപ്പറമ്പിൽ സുരേന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാരദയാണ് ഭാര്യ. സുരേഖ, സുനിത, സുനിൽ എന്നിവർ മക്കളും വിനയകുമാർ, രാജു, ശ്രുമി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.